ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനം ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. കൊള്ളാവോ? കുനാഫ പിസ്താച്ചിയോ കേക്ക് ആട്ടോ ഇത്. ഇതിന്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ റെസിപ്പിയിലോട്ട് പോയാലോ? സൂപ്പർ. ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ഒരു ബേസ് തയ്യാറാക്കാം കേട്ടോ. അതിന് വേണ്ടത് 1/2 കപ്പ് പ്ലെയിൻ ഫ്ലോർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, 1 നുള്ളുപ്പ്, നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇതെല്ലാം കൂടെ 2-3 വട്ടം നന്നായിട്ട് അരിച്ചു മാറ്റി വെച്ചോളൂ കേട്ടോ. എന്നിട്ട് വേറൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. നല്ല ക്ലീൻ ബൗളായിരിക്കണേ, വെള്ളമൊന്നും ഇല്ലാത്ത ബൗളായിരിക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അത് അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വരുമ്പോഴത്തേനും അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ചോക്ലേറ്റ് മിക്സ് കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഇതുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു 3 ഡ്രോപ്പ് ചോക്ലേറ്റ് മിക്സ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടത് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ നന്നായിട്ടത് ബീറ്റ് ചെയ്യണം കേട്ടോ. ഈ മുട്ട ഇങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഈ മുട്ടയുടെ സ്മെല്ല് മുന്നിൽ നിൽക്കത്തില്ല കേക്കിന്. പിന്നെ പതുക്കെ അടുത്തത് നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം, ഇവിടെ റെക്കോർഡായില്ല കേട്ടോ, ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടേ. അതിന് ശേഷം ഞാൻ കുറച്ച് വിനീഗറും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് ഗ്രീസ് ചെയ്തൊരു ടിന്നിലോട്ട് അത് പതുക്കെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നമ്മുടെ ചോക്ലേറ്റ് ബേസ് റെഡിയാവും കേട്ടോ. പിന്നെ ഇത് അവനിലോട്ട് വെക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇതുപോലെ അങ്ങ് തട്ടിക്കൊടുക്കാൻ മറക്കല്ലേ. ഇതുപോലെ തട്ടിക്കൊടുത്ത് ഞാനൊരു സ്ക്യൂവർ വെച്ച് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ. ഇനി നമുക്ക് പിസ്താച്ചിയോ ബട്ടർ റെഡിയാക്കാം. ഒന്ന് പിസ്താച്ചിയോ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സിയിൽ കുറച്ചിട്ടിട്ട് ഇങ്ങനെ പൊടിക്കുക. ആദ്യം ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണേ. ഇങ്ങനെ കുറച്ചങ്ങ് അടിച്ച് കഴിയുമ്പോഴത്തേനും ഇതിൽ നിന്ന് ഓയിൽ വരാൻ തുടങ്ങും. ഓയിൽ നന്നായിട്ട് വരുമ്പോൾ അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ കൂടെ ഇട്ട് കൊടുക്കുക. അതും റെക്കോർഡായില്ല. ഇനി അടുത്തത് നമ്മൾ കുനാഫയില്ലേ, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടായിരുന്നില്ലേ കുനാഫ, ആ കുനാഫ ഡവ് ദാ ഒരു കാലല്ല ഒരു 1/3 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ദാ കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ടുണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കിയ പിസ്താച്ചിയോ ബട്ടർ ഇല്ലേ, അതും കൂടെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് മധുരം കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഞാൻ അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടേ. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രീസറിൽ ഇരുന്നുകൊണ്ടാട്ടോ ഇത്ര കട്ടിയായിട്ടിരുന്നേ. എനിവേ അതങ്ങ് മിക്സ് ചെയ്തങ്ങ് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന എൽമിലിയുടെ ക്രീമാട്ടോ. 1/2 കിലോയുടെ കേക്കല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ നമുക്കൊരു 1 കപ്പ് എൽമിലിയുടെ ക്രീം മതി. അത് സ്റ്റിഫ് പീക്കാവുമ്പോൾ ഞാനിതിലോട്ട് കുറച്ച് നട്ടലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ നട്ടല ഇല്ലെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ഗനാഷ് ആയാലും ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനം നട്ടല ആയിരുന്നുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള സിറപ്പാണ്. 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്. എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുക്കണം കേട്ടോ ഇത് കേക്ക് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ. ഇതാ ഇനി കേക്ക് നമുക്ക് ലെയർ ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ 3 ലെയർ കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ മേളിലത്തെ കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങൾ ഞാനങ്ങ് മുറിച്ച് മാറ്റി വെച്ചേ. എന്നിട്ട് 3 കേക്ക് സ്ലൈസ് ചെയ്തു. എന്നിട്ട് ഇതാ നമ്മൾ കേക്ക് പതുക്കെ സെറ്റ് ചെയ്യുവാണ്. ആദ്യം കുറച്ച് ക്രീം അങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇതാ ഏറ്റവും മേളിലത്തെ ലെയർ തിരിച്ചു വെച്ച് കൊടുക്കുക, ഏറ്റവും താഴെ വരുന്ന വിധത്തിൽ. എന്നിട്ട് ഇതാ ഷുഗർ സിറപ്പ് വെച്ച് അതങ്ങ് സോക്ക് ചെയ്തു. എല്ലായിടത്തും ഷുഗർ സിറപ്പ് എത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ ആദ്യം ബോട്ടിൽ വെച്ച് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് സ്പൂണ് വെച്ച് ഇങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് ക്രീം ഇങ്ങനെ
ഞാനിത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിച്ച് തോന്നുന്ന പോലെ കേട്ടോ ക്രീം ഇടുന്നത്. നിങ്ങളിത് വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. സെയിൽ ചെയ്യാൻ വെക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നീറ്റായിട്ടൊക്കെ ചെയ്യുവേ. എന്നിട്ട് ഇതാ സൈഡിൽ ഇതാ ഒന്നുകൂടെ പൈപ്പിംഗ് ബാഗ് വെച്ച് ഞാനിങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് അകത്ത് നമ്മളുടെ ഫില്ലിങ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ പിസ്താച്ചിയോ ഫില്ലിങ് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത്, നല്ല ക്രഞ്ചിയാണ് ഇത്. എന്നിട്ട് അതിട്ട് കൊടുത്തതിന് ശേഷം അത് ഈക്വൽ ആവാനായിട്ടൊന്ന് പതുക്കെ സൈഡിൽ കൂടെയൊക്കെ അങ്ങ് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഞാൻ എന്താ ലാസ്റ്റ് നമ്മുടെ നട്ടെല്ലാം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ഇതാ ഇങ്ങനൊരു ഡിസൈൻ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്ത ലെയർ വെച്ചു. ഈ പ്രോസസ്സ് തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്തു കേട്ടോ. ഞാൻ ഈ കേക്ക് ലെയർ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ അതങ്ങ് ക്രം കോട്ടും ചെയ്തങ്ങ് പോകുക കേട്ടോ. പെട്ടെന്ന് പണി തീർക്കാനാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഈ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനിത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുവേ. ഫൈനൽ കോട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേക്കിന് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് ഏറ്റവും മുകളിൽ വെക്കുന്നത് കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം, അതും ഷുഗർ സിറപ്പിൽ കോട്ട് ചെയ്തിട്ട് ഇതാ മുകളിലോട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ ക്രം കോട്ട് ചെയ്ത സംഭവം ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാട്ടോ പിന്നെ ഫൈനൽ കോട്ട് ചെയ്തത്. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല, എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ ഇളകാൻ പോയെ? എന്നിട്ട് ഇതാ ചെറിയ ഡിസൈനൊക്കെ അങ്ങിട്ട് കൊടുത്തിട്ടുണ്ടേ. ആദ്യം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിൽ ന്യൂട്ടെല്ല എടുത്ത് ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടി. അത്യാവശ്യം നല്ല കുളമായിരുന്നു അത് എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ നോക്കിയിട്ട് നടന്നില്ല. പിന്നെ അവസാനം നമ്മളുടെ കുനാഫയുടെ സ്പ്രെഡ് കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അതാദ്യം സൈഡിലൊക്കെ ഇട്ട് നോക്കി, എന്നിട്ടും വൃത്തിയേട് മാറുന്നില്ല. അവസാനം മൊത്തത്തിൽ അതങ്ങിട്ട് ആ വൃത്തിയേട് അങ്ങ് മറച്ചു കേട്ടോ. ഈ ഡിസൈനിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, അടിപൊളി ടേസ്റ്റാണ്.